നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലരും മാനസികമായി വിഷമിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ സാധിക്കുന്നതിനായി ദൈവത്തോട് നേർച്ചകളും വഴിപാടുകളും നേരാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ നമ്മൾ ആ നേർച്ചകൾ നിറവേറ്റാൻ മറന്നു പോകുകയോ അല്ലെങ്കിൽ സാമ്പത്തികമോ ശാരീരികമോ ആയ കാരണങ്ങൾ കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരികയോ ചെയ്യാം. ഇങ്ങനെ നേർച്ചകൾ മുടങ്ങുന്നത് ഒരു ദോഷമാണോ? അതുകൊണ്ടാണ് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? അഥവാ അങ്ങനെ സംഭവിച്ചാൽ അതിന് ലളിതമായൊരു പരിഹാരം വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നേർച്ചകൾക്ക് ഇത്ര പ്രാധാന്യം? ഒരു നേർച്ച അല്ലെങ്കിൽ വഴിപാടെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് നൽകുന്നൊരു വാക്കാണ്, ഒരു സത്യമാണ്. എൻ്റെ ഈ ഒരു കാര്യം സാധിച്ചു തന്നാൽ ഞാൻ അങ്ങേക്ക് ഇത് സമർപ്പിക്കാം എന്ന് നമ്മൾ വാക്കു കൊടുക്കുമ്പോൾ അതൊരു ആത്മീയമായ ഉടമ്പടിയായി മാറുന്നു. കാരണങ്ങൾ എന്ത് തന്നെയായാലും ആ വാക്ക് പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ ഒരു കുറ്റബോധം ഉണ്ടാക്കുകയും ആത്മീയമായൊരു തടസ്സം അല്ലെങ്കിൽ ദോഷം സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മങ്ങൽ, സാമ്പത്തികമായൊരു തടസ്സം അല്ലെങ്കിൽ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ എന്നിവയെ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് മറന്നുപോയതോ മുടങ്ങിപ്പോയതോ ആയ നേർച്ചകൾക്ക് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഈ ദോഷത്തിന് പരിഹാരമായി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ലളിതമായൊരു കർമ്മം നോക്കാം. ഇതിന് വലിയ ചിലവുകളോ തയ്യാറെടുപ്പുകളോ ആവശ്യമില്ല. വേണ്ടത് പൂർണ്ണമായ വിശ്വാസവും അർപ്പണവുമാണ്. ഇതിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ചയോ ചൊവ്വാഴ്ചയോ സന്ധ്യാസമയത്ത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിനാണോ നേർച്ച ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ഉദാഹരണത്തിന് ശിവനാണെങ്കിൽ തിങ്കളാഴ്ച, ഗണപതിക്ക് ചതുർത്ഥി ദിവസം തിരഞ്ഞെടുക്കുന്നതും ഉത്തമമാണ്. ഇതിനെന്തൊക്കെ ആവശ്യമായിട്ടുണ്ടെന്ന് നോക്കാം. ഒരു നിലവിളക്ക് അല്ലെങ്കിൽ മൺവിളക്ക്, നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഒരു വെറ്റില, ഒരു അടയ്ക്ക, 1 രൂപ നാണയം, ഒരു ചെറിയ കർപ്പൂരം കഷ്ണം, ചന്ദനത്തിരി, ഒരു ചെറിയ കഷ്ണം ശർക്കരയോ ഒരു പഴമോ നേദ്യമായിട്ട്. ആദ്യമായിട്ട് കുളിച്ച് ശരീരശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ശാന്തമായൊരു ഭാഗത്തോ വൃത്തിയാക്കുക. ആദ്യം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ആ ദീപസാന്നിധ്യത്തിൽ നമ്മുടെ ഇഷ്ടദേവതയുടെയും കുലദേവതയുടെയും ചൈതന്യം ഉണ്ടെന്ന് സങ്കല്പിക്കുക. വിളക്കിന് മുന്നിലായി ഒരു പ്ലേറ്റിൽ വെറ്റില വയ്ക്കുക. വെറ്റിലയുടെ മുകളിൽ അടയ്ക്കയും 1 രൂപ നാണയവും വെക്കുക. ശേഷം ചന്ദനത്തിരി കത്തിച്ച് വിളക്കിന് മുന്നിൽ കണ്ണടച്ച് കൈകൂപ്പിയിരിക്കുക. ആദ്യം വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം ഗം ഗണപതയെ നമഃ എന്ന് ജപിച്ച് ഈ കർമ്മം തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുക. അതിനുശേഷം നിങ്ങളുടെ കുലദേവതയെയും ഇഷ്ടദേവതയെയും മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ടിങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവമേ, ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വര, ദേവി, അറിഞ്ഞോ അറിയാതെയോ ഓർമ്മക്കുറവ് കൊണ്ടോ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ ഞാൻ നേർന്നിട്ടുള്ളതും എന്നാൽ നിറവേറ്റാൻ സാധിക്കാതെ പോയതുമായ എല്ലാ നേർച്ചകൾക്കും വഴിപാടുകൾക്കും ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് ഈ എളിയ സമർപ്പണം സ്വീകരിച്ച് ആ നേർച്ചകൾ മുടങ്ങിയതുകൊണ്ടുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും എന്നെ, എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹിക്കണമേ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക നേർച്ച ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ പറഞ്ഞ് മാപ്പ് ചോദിക്കാവുന്നതാണ്. ഇതിനുശേഷം നൈവേദ്യവും ആരാധനയുമാണ് ചെയ്യേണ്ടത്. കരുതി വച്ചിരിക്കുന്ന ശർക്കരയോ പഴമോ ദൈവത്തിന് സമർപ്പിക്കുക. ശേഷം കർപ്പൂരം കത്തിച്ച് ഒഴിഞ്ഞ് ദീപാരാധന നടത്തുക. ആ കർപ്പൂരം എരിഞ്ഞു തീരുമ്പോൾ അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും തടസ്സങ്ങളും എരിഞ്ഞു തീരുന്നതായി സങ്കല്പിക്കുക. ഇനി അടുത്ത പരിഹാരം പൂർത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നത്തെ രാത്രി ആ വെറ്റിലയും അടയ്ക്കയും നാണയവും വിളക്കിന് മുന്നിൽ തന്നെ വെക്കുക. പിറ്റേന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായ ശേഷം ഈ വെറ്റിലയും അടയ്ക്കയും നാണയവും ഒരുമിച്ചെടുത്ത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ കാണിക്ക വെഞ്ചിയിൽ സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോഴും ഒരിക്കൽ കൂടി മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുക. ഇത് ചെയ്യുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസം വേണം. ഇതൊരു പ്രഹസനമായിട്ടോ മറ്റോ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഓരോ നേർച്ചകൾ ഇട്ടതിന് ശേഷം ഇങ്ങനൊരു പരിഹാരം ചെയ്താൽ മതി എന്ന് കരുതി മനഃപൂർവ്വം അത് മുടക്കാതിരിക്കുക. മനുഷ്യരുടെ മുന്നിലേ നമ്മൾക്ക് ഒളിക്കാൻ പറ്റുള്ളൂ, ദൈവത്തിന് മുന്നിൽ ഒന്നും നമുക്ക് ഒളിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മുടങ്ങിപ്പോയ പഴയ നേർച്ച എന്ന് നിങ്ങൾക്ക് സൗകര്യം വരുന്നു അന്ന് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കാവുന്നതാണ്. അത് വളരെ വലിയ ഒരു തീരുമാനമായിരിക്കും.
ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ കർമ്മം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിനൊരു ഭാരക്കുറവ് അനുഭവപ്പെടുകയും നേർച്ചകൾ മുടങ്ങിയതുകൊണ്ടുള്ള ദോഷങ്ങൾ മാറുകയും ചെയ്യും. ഈശ്വരന് നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്, പക്ഷേ ആത്മാർത്ഥമായ ക്ഷമാപണം എപ്പോഴും നമ്മുടെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.